ഷിയോ വീട്ടിലെത്തിയ ശേഷമാണ് ഹൂഷു ഓഫീസിൽ നിന്ന് തിരികെ എത്തിയത്. അവൻ്റെ കൈക്ക് പരിക്ക് പറ്റിയ ശേഷം അവന് സീ ഫുഡൊന്നും കഴിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് അവളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഐറ്റം അവന് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്രാബ് ഷെൽ കൊണ്ടുണ്ടാക്കിയ പേസ്ട്രീസാണത്. 3 ഫ്ലേവറിലുള്ളതാണ് അവൾ വാങ്ങിക്കൊണ്ട് വന്നത്. പക്ഷെ അത് 3 കൂടി ടേബിളിലെടുത്ത് വെച്ചിട്ട് അവന് ഇഷ്ടമുള്ള ഏതാണ് എന്ന് വെച്ചാൽ എടുത്തോളം പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് അവൻ ചോദിക്കുന്നു. ശരിക്കും അവൾക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം കാഴ്ചകൾ 3 ഒരേപോലെ ഇരിക്കുകയാണ്. ഞാൻ നിനക്കും ഒരു ഗിഫ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ കയ്യിലുണ്ടായിരുന്ന ടാബ് അവളെ ഏൽപ്പിക്കുന്നു. അതിൽ ഡിസൈൻ കോമ്പറ്റീഷനുള്ള ഫൈനൽ റിവിഷന് വേണ്ടിയിട്ടുള്ള ഡിസൈനായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഹൂഷു ആകെ ടയേർഡാവുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഫൈനൽ റിവിഷൻ ആണ് എന്ന് പറഞ്ഞ് അവനിപ്പോൾ കുറേ തവണയായി അവളെ കൊണ്ട് ഇത് റിവൈസ് ചെയ്യിക്കുകയാണ്. എന്തായാലും അവളത് വാങ്ങി നോക്കാൻ തുടങ്ങുന്നു. അവൻ അതിൽ നിന്ന് ഒരു പേസ്റ്റ് എടുത്ത് കഴിക്കുന്നുമുണ്ട്. ഈ സമയത്താണ് കറണ്ട് പോയത്. അതോടെ തൊട്ടടുത്ത റൂമിൽ നിന്ന് ഇപ്പോൾ കറണ്ട് പോയത് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബഹളം കേട്ടു തുടങ്ങുന്നു. സൗണ്ട് പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് നന്നായി കേൾക്കാം. അങ്ങനെ എന്താണ് പ്രശ്നമെന്ന് നോക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി പുറത്തേക്ക് ചെല്ലുന്നു. മെയിൻ സ്വിച്ചിൻ്റെ അടുത്ത് പ്രശ്നം എന്താണെന്ന് നോക്കാനായിട്ട് കുറേ പ്രായമുള്ളവരൊക്കെ കൂടി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും അതുമായി ഡീൽ ചെയ്യാൻ അറിയുമായിരുന്നില്ല. ഹൂഷുവിനെ കണ്ടപ്പോൾ നീ ആർക്കിടെക്ചറൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കാൻ പറഞ്ഞ് എല്ലാവരും കൂടി അവളെ ആ പണി ഏൽപ്പിക്കുന്നു. ആർക്കിടെക്ചർ പഠിച്ച ആളിന് ഇലക്ട്രീഷ്യനുമായിട്ട് എന്ത് ബന്ധമാണെന്ന് ഹൂഷുവിന് അറിയില്ല. എന്തായാലും അവളത് നോക്കാൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഷിയു അവളെ പിടിച്ചു നിർത്തുന്നു. പക്ഷേ എനിക്കിത് ഡീൽ ചെയ്യാൻ പറ്റും, ഞാനിത് എത്ര കണ്ടതാ എന്ന രീതിയിൽ അവൾ അതിൻ്റെ അടുത്തേക്ക് നിന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു ടെസ്റ്ററും അവളുടെ കയ്യിലുണ്ട്. അത് വെച്ച് അതിനുള്ളിൽ എവിടെയൊക്കെയോ കുത്തിയപ്പോൾ ചെറുതായിട്ട് ലൈറ്റ് ഒന്ന് മിന്നി മാഞ്ഞു പോകുന്നു. അതോടെ എല്ലാവർക്കും ചെറിയൊരു പ്രതീക്ഷ കിട്ടുന്നുണ്ട്. ഷിയുവും അവളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ആർക്കിടെക്ചർ പഠിച്ച നിനക്ക് ഇതിൻ്റെ സർക്യൂട്ടൊക്കെ മനസ്സിലാവുമോ എന്ന് അവൻ ചെറിയ സംശയത്തോടെ ചോദിക്കുന്നു. ഹൂഷു ഒരു വലിയ രഹസ്യം പറയുന്നത് പോലെ ഞാൻ ഇലക്ട്രീഷ്യൻ്റെ പണിയും ഇടയ്ക്ക് പഠിച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ ലൈസൻസ് വരെയുണ്ട് എന്നൊക്കെ ഗമയിൽ തട്ടി വിടുന്നു. എന്നിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് എന്താണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഏതോ ഒരു വയറ് പിടിച്ച് എങ്ങനെ ഒന്ന് ടൈ ചെയ്താൽ എല്ലാം ശരിയാവും എന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് ചെക്ക് ചെയ്ത ഷിയുവിന് അതല്ല പ്രോബ്ലം, മറ്റൊരു പ്രശ്നമാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെ അവൻ അതവളോട് പറയുന്നു. പക്ഷേ അവളെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. താൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് അവൾ തർക്കിക്കുകയാണ്. അപ്പോഴേക്കും അവൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു ഗ്ലൗസും ഇൻസുലേഷൻ ടേപ്പും ഒക്കെ ആരോ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹൂഷു താൻ കണ്ട പ്രശ്നം പരിഹരിക്കുന്നു. എന്നിട്ട് മെയിൻ ഓണാക്കുന്നുണ്ട്. പക്ഷെ കറണ്ട് വരുന്നില്ല. ഒന്ന് ചമ്മുന്നുണ്ടെങ്കിലും എന്താണ് കുഴപ്പമെന്ന് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അതൊക്കെ തിരയാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഷിയു അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ടെസ്റ്റർ വാങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രൂ ചെറുതായിട്ടൊന്ന് മുറുക്കുന്നുണ്ട്. അതോടെ കറണ്ട് വരികയും ചെയ്യുന്നു. ഇപ്പോഴാണ് ശരിക്കും ഹൂഷു ചമ്മിയത്. ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ആ പ്രായമുള്ളവരൊക്കെ അവളെന്താ വലിയ സംഭവമാണ് എന്ന രീതിയിൽ അവളെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഷിയു ഇത്ര നിസ്സാരമായിട്ട് കറണ്ട് തിരിച്ചു വരുത്തിയതോടെ എല്ലാവരും കൂടി അവളെ നേരെ താത്ത് നിലത്തിറക്കിയിട്ട് അവനെ പൊക്കി പറയാൻ തുടങ്ങുന്നു. ഷിയോ വലിയ വിനയത്തോടെ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, ഇതൊക്കെ നിസ്സാരമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുമായി സംസാരിച്ച് നിൽക്കുകയാണ്. ഈ സമയത്തെല്ലാം ഹൂഷുവിൻ്റെ കണ്ണ് അവൻ്റെ മുഖത്ത് തന്നെയാണ്. പക്ഷെ അവനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിക്കുന്നത്. നിന്റെ കൈ ശരിയായിരുന്നു അല്ലേ എന്നവൾ ചോദിക്കുന്നു. കാരണം കുറച്ച് മുമ്പ് വലത്ത് കൈ കൊണ്ടാണ് അവൻ ആ സ്ക്രൂ മുറുക്കി ശരിയാക്കിയത്. കൈ ശരിയായിട്ടും ശരിയായില്ല എന്ന രീതിയിലാണല്ലോ അവൻ ഈ ഡിസൈനൊക്കെ അവളെ കൊണ്ട് റിവൈസ് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. കള്ളത്തരം കൈയോടെ പിടികൂടിയെങ്കിലും ഷിയോ അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ കൈ വേദനിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ അഭിനയിച്ചുകൊണ്ട് തിരികെ പോകാൻ തുടങ്ങുന്നു. ഹൂഷുവിന് അത് അഭിനയമാണെന്ന് മനസ്സിലായിരുന്നതുകൊണ്ട് തന്നെ അവൾ ആകെ ദേഷ്യപ്പെട്ട് അവൻ്റെ പിന്നാലെ എന്നിട്ട് അവനെ അകത്ത് കയറ്റാതെ വേഗം മുറിയിൽ കയറിക്കാതെ അടയ്ക്കാൻ തുടങ്ങുന്നു. അടയ്ക്കരുതെന്ന് പറഞ്ഞ് അവൻ ഡോറിൽ പിടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നീ വെല്ലം പ്രവഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുറിവ് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ പിന്നെ അവൾ മാറിക്കൊടുക്കുന്നു. എന്നാലും കൈ ശരിയായിട്ടും അക്കാര്യം മറച്ചു വെച്ചതിൻ്റെ പേരിൽ അവൾ ദേഷ്യപ്പെടുകയും പിണക്കം നടിക്കുകയും ഒക്കെ ചെയ്യുന്നു. കൈ ശരിയായിട്ടും അവൻ തന്നെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിക്കുന്നതായിരുന്നു അവളുടെ പിണക്കത്തിന് കാരണം. ഷിയു സോറി പറയുന്നുണ്ടെങ്കിലും അവളിങ്ങനെ പിണങ്ങുന്ന കണ്ടപ്പോൾ അവനിടയ്ക്ക് ചിരി വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഹൂഷു ഒരുപാട് സമയം ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇതിനുള്ള കോംപ്രമൈസായിട്ട് അടുത്ത ദിവസം ഓഫീസിലേക്ക് പോകുമ്പോൾ ആരാണ് വണ്ടി ഓടിക്കാൻ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നു. താൻ തന്നെ ഓടിച്ചോളാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഡിസൈൻ അന്ന് വരയ്ക്കുന്നതിനെ പറ്റി അവൾ പറഞ്ഞെങ്കിലും അത് നീ തന്നെ ചെയ്താൽ മതി, നിന്റെ സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിന് ഇത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് അവൾ നേരത്തെ കൊണ്ടുവന്ന പേസ്റ്റ് എടുത്തുകൊണ്ട് അവനകത്തേക്ക് പോകുന്നു. അവൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഹൂഷു തൽക്കാലം ക്ഷമിച്ചിട്ട് ആ ഡിസൈൻ വരയ്ക്കാനായി കയ്യിലെടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ഹൂഷു ഓഫീസിലായിരുന്ന സമയത്ത് സാഹു പുതിയതായി ഉണ്ടാക്കിയ കുറച്ച് കേക്ക്സിൻ്റെ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് സാഹു ഇങ്ങനെ പുതിയ ഫ്ലേവർ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എന്തൊക്കെ അവൾ പറയുന്നു. ഹൂഷു ചെക്ക് ചെയ്യുകയുമാണ്. സമയത്താണ് സുൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഷിയു അവളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ബോസിൻ്റെ മൂഡ് കണ്ടിട്ട് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല, എന്തായാലും ഒന്ന് തയ്യാറായി തന്നെ പോയിക്കോളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സുൻ കുറച്ച് ബിൽഡപ്പൊക്കെ ഇടുന്നുണ്ട്. അത് കാരണം കുറച്ച് പേടിച്ചാണ് ഹൂഷു ഷീവിൻ്റെ അടുത്തേക്ക് പോയത്. ഷിയു ആദ്യം എന്തിനാണ് വിളിപ്പിച്ചതെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൂഷു അവൻ്റെ അടുത്തേക്ക് എന്നിട്ട്
ഞാൻ ഇത്രയും നേരം ഡിസൈൻ വരയ്ക്കുകയായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫോണിലേക്ക് നോക്കിയതേ ഉള്ളൂ എന്ന് ആദ്യമേ തന്നെ അങ്ങ് പറയുന്നുണ്ട്. അവൻ കാര്യം മനസ്സിലാവാത്തതുപോലെ അവളെ നോക്കിയപ്പോൾ അപ്പോൾ ഇതല്ലേ പ്രശ്നം, പിന്നെന്താണ്, ഞാൻ രാവിലെ വണ്ടിക്കുള്ളിൽ നിന്ന് ആ ബൺ കഴിച്ചതാണോ പ്രശ്നം എന്നവൾ ചോദിക്കുന്നു. ഇവളിങ്ങനെ കുറ്റബോധത്തോടെ ഓരോന്ന് പറയുന്ന കണ്ടപ്പോൾ അവന് ചിരി വരുന്നു. ശരിക്കും സുൻ നിന്നോട് എന്താണ് വന്ന് പറഞ്ഞതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഈ ഡിസൈൻ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവസാനം ഇതിൽ വർക്ക് ചെയ്തവരുടെയൊക്കെ പേര് കാണിക്കുന്ന കൂട്ടത്തിൽ നിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിന്നോട് അഭിപ്രായം ചോദിക്കാനാണ് എന്ന് അവൻ പറയുന്നു. ഹൂഷു സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റിൽ തന്നെ തൻ്റെ പേര് വരുന്നത് അവൾക്ക് അത്ര സന്തോഷമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ സന്തോഷത്തോടെ അവനെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഷിയു പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. അന്ന് തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണല്ലോ അവൻ്റെ കൈക്ക് പരിക്ക് പറ്റിയത്. അതിനുശേഷം വണ്ടി പലതവണ തൻ്റെ ഉപയോഗത്തിന് വേണ്ടി അവൻ വിട്ടുവന്നു. അങ്ങനെയൊക്കെ ചെയ്തതിനും ഇപ്പോൾ ഈ പ്രോജക്റ്റിൽ തൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തിയതിനുമൊക്കെയുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ ട്രീറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ലൈനിൻ്റെ തുടക്കത്തിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നതെന്ന് കേട്ടു. നല്ല ഫുഡാണെന്നാണ് കേട്ടത്. നമുക്ക് അവിടെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. എന്തായാലും നാളെ ശനിയാഴ്ചയല്ലേ, പറ്റിയാൽ നാളെ തന്നെ അതിന് ശ്രമിക്കാം എന്നൊക്കെ അവൾ പറയുന്നു. പക്ഷെ അവളൊരു ടൈം ഫിക്സ് ചെയ്തിരുന്നില്ല. എന്തായാലും സമയം തീരുമാനിച്ചിട്ട് അവന് മെസ്സേജ് ഇടാം എന്ന് പറഞ്ഞാണ് അവൾ പോയത്. ഷിയുവിൻ്റെ റൂമിൻ്റെ ആ റൂഫിൽ അവൻ്റെ തല എപ്പോഴും ഇടിക്കുന്നത് ഹൂഷു നേരത്തെ ശ്രദ്ധിച്ചിരുന്നല്ല. അതുകൊണ്ട് അന്ന് തന്നെ അവൾ ഒരു ചെറിയ പാവ കൊണ്ടുവന്ന് അവിടെ ഒട്ടിച്ചു വെച്ചിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ തല ഇടിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് അവളത് ഒട്ടിച്ചു വെച്ചത്. അന്ന് മുറിയിലേക്ക് ചെന്നപ്പോൾ അത് കണ്ടപ്പോൾ അവൻ അവളത് കൊണ്ടുവന്ന് ഒട്ടിച്ചതിനെ പറ്റിയൊക്കെ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ താഴെ വെള്ളം എടുക്കാനായി ചെന്നപ്പോഴാണ് ഹൂഷു അവളുടെ റൂമിലിരുന്ന് അവളുടെ ആൻറ്റിയുമായി ഫോണിൽ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത്. അവൾ സ്പീക്കറിലിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരുടെ സംസാരം അവനും കേൾക്കാം. അവളുടെ ആൻറ്റി അടുത്ത ദിവസം അവൾക്ക് വേണ്ടി ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അച്ഛനോട് നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞ് നമ്മളതറിഞ്ഞോ, നാളെ സമയത്ത് ആ പയ്യനെ കാണാൻ പോകുമോ എന്നൊക്കെയാണ് ആൻറ്റി ചോദിക്കുന്നത്. പക്ഷേ ഹൂഷുവിന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. ബ്ലൈൻഡ് ഡേറ്റിന് പോയില്ല എന്നാണ് ഹൂഷു പറഞ്ഞത്. പക്ഷേ ആൻറ്റി അവളെ നിർബന്ധിക്കുന്നു. അവസാനം അച്ഛനോട് നേരിട്ട് സംസാരിച്ചോളാം എന്ന് ആൻറ്റി പറഞ്ഞപ്പോൾ വേണ്ട, ആ പയ്യൻ്റെ നമ്പർ എനിക്കിട്ട് തരാൻ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് എപ്പോഴാണ് സമയമെന്നും അവൾ അന്വേഷിക്കുന്നു. ഇത്രയും ആയപ്പോഴേക്കും ഷിയു ആകെ ദേഷ്യപ്പെട്ടതുപോലെ ആ ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. മുകളിൽ ചെന്നിട്ടും ഗ്ലാസ് നല്ല ശബ്ദത്തോടെയാണ് അവനവിടെ വെച്ചത്. കാരണം അവനുമായിട്ട് നാളെ ഒരു ഡേറ്റ് അവൾ പറഞ്ഞിരുന്നാണല്ലോ. ഇതിപ്പോൾ അത് ക്യാൻസലാവുന്ന മട്ടാണ്. ഈ സമയത്താണ് ഗോങ് അവനെ വിളിച്ചിട്ട് നാളെ ശനിയാഴ്ചയല്ലേ ഒരു ഗെയിമിന് അവന് ജനറലായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. പക്ഷേ ഷിയു അതിനുള്ള മൂഡിലായിരുന്നില്ല. എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല, എന്തായാലും ഗെയിമിന് ഞാൻ വരില്ല എന്നും പറയുന്നുണ്ട്. നിനക്കിങ്ങനെ പോസ്റ്റ് തരാൻ മാത്രം ധൈര്യം ആർക്കാണ് എന്ന് ഗോങ് ചോദിച്ചപ്പോൾ ഷിയു ദേഷ്യം തീർക്കാനായി ഹൂഷു നേരത്തെ ആ മുകളിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചിരുന്ന ആ പാവയിൽ ഒരു ഇടി കൊടുക്കുന്നുണ്ട്. അത് അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പൊട്ടൻ പൊട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അതിൽ നിന്നൊരു ശബ്ദം ഉണ്ടാവുമെന്ന് ഷിയു പ്രതീക്ഷിച്ചിരുന്നതല്ല. ഫോണിൽ ലൈനിലുണ്ടായിരുന്ന ഗോങ്ങും അത് കേൾക്കുന്നു. താഴെ നിൽപ്പുണ്ടായിരുന്ന ഹൂഷുവും അത് കേൾക്കുന്നുണ്ട്. ഹൂഷുവിന് ഇത് കേട്ടപ്പോൾ ചിരി വരുന്നുണ്ട്. അവൻ്റെ തല അവിടെ ഇടിച്ചതായിരിക്കുമെന്നാണ് അവൾ വിചാരിച്ചത്. അതുകൊണ്ട് തല എങ്ങനെയുണ്ട് എന്നവൾ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു. ഷിയു ആ ശബ്ദം നിർത്താൻ നോക്കിയിട്ട് ഒരു തരത്തിൽ നിൽക്കുന്നില്ല. അവൻ ആ പാവ ഇളക്കിയെടുത്ത് ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ചൊക്കെ വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ചെവിക്കൊന്ന് നുള്ളിയാൽ മതി സൗണ്ട് നിൽക്കുമെന്ന് ഹൂഷു വിളിച്ച് പറഞ്ഞത്. അങ്ങനെ അവൻ അതേപോലെ ചെയ്യുന്നു. അപ്പോഴാണ് അത് വായടച്ചത്. ഹൂഷു പാടുപെട്ട് ചിരി അടക്കിക്കൊണ്ടായിരുന്നു അത്രയും വിളിച്ച് പറഞ്ഞത്. എന്തായാലും സൗണ്ട് നിന്നതോടെയാണ് ഷിയുവിന് സമാധാനമായത്. ആ ദേഷ്യത്തിൽ അവൻ ആ പാവ കട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ടെങ്കിലും പിന്നെ തിരിച്ചെടുത്ത് നേരത്തെ അവൾ ഒട്ടിച്ചിരുന്നത് പോലെ ഒട്ടിച്ച് വയ്ക്കുന്നു. അടുത്ത ദിവസം പകൽ മുഴുവൻ ഷിയു ഹൂഷു തന്നെ പുറത്തു പോകാൻ വിളിക്കുന്നതും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് തമ്മിൽ കണ്ടിട്ടും ഒഴിഞ്ഞു മാറിയതല്ലാതെ അവൾ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അവൾ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് ഫോണിലൂടെ പറയുന്നത് ഷിയു കേൾക്കാനിടയാവുകയും ചെയ്യുന്നു. ബ്ലൈൻഡ് ഡേറ്റിനെ ആയിരിക്കും എന്നാണ് അവൻ കരുതിയത്. ശരിക്കും ഹൂഷു സാഹുവുമായി സംസാരിക്കുന്നതായിരുന്നു അവൻ കേട്ടത്. അവൾ സാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവൾ വെയിറ്റ് ചെയ്യുന്നത്. ഡെലിവറി ഗൈ എത്താത്തത് കൊണ്ടാണ് ലേറ്റ് ആവുന്നത്. എത്രയും പെട്ടെന്ന് എത്തിക്കാം എന്നറിയിച്ച് സാഹു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഷിൻ സാഹുയുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അവിടെ അടുത്തെവിടെയോ വന്നപ്പോൾ വെറുതെ കയറിയതാണ് എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ ശരിക്കും ഹൂഷുവും ഷിയുവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതിനെപ്പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ വന്നത്. സാവുയുമായി സംസാരിച്ചതിൽ നിന്ന് ഹൂഷു സിംഗിളാണ് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ സമയത്താണ് കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾ വന്നത്. അങ്ങനെ സാവു ഹൂഷുവിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നത് അവൻ കേൾക്കുന്നു. കേക്കിൽ ഷിയുവിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നതും അവൻ കാണുന്നുണ്ട്. അങ്ങനെ സാവുയുടെ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്തത് പാഴ്സൽ വാങ്ങിക്കൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് ഹൂഷുവിൻ്റെ അഡ്രസ്സ് അന്വേഷിച്ച് പോകുന്നുണ്ട്. ഷിയുവിന് ഈ സമയം അത്യാവശ്യമായി ഓഫീസിൽ വരെ പോകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹൂഷുവിനെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. അവൾ തന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ ആ ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി പോയി എന്നാണ് അവൻ കരുതിയത്. അങ്ങനെ അതിൻ്റെ പിണക്കത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഷിൻ അവിടെ എത്തിയത്. പക്ഷെ കാറിലായതുകൊണ്ട് അവർ തമ്മിൽ കാണുന്നില്ല. എന്നാലും ഷിൻ അവനെ കാണുന്നുണ്ട്. ഷിയു ഇതൊന്നും അറിയാതെ അവിടുന്ന് പോവുകയും ചെയ്യുന്നു.
അത് കഴിഞ്ഞപ്പോഴാണ് ആ ഡെലിവറി ബോയ് കേക്കുമായിട്ട് വന്നിട്ട് ഹൂഷുവിനെ വിളിച്ചത്. അവൾ ബാൽക്കണിയിലേക്ക് വന്ന് അയാളോട് മുകളിലേക്ക് കയറി വരാൻ പറയുന്നതും ഷിൻ കാണാനിടയാവുന്നു. മുകളിലെ ബാൽക്കണിയിൽ ഷിയുവിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടിരിക്കുന്നതും അവൻ കാണുന്നു. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ അവർ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് ഷിന്നിന് മനസ്സിലാവുന്നു. കേക്ക് കയ്യിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഹുഷു ഷിയുവിനെ പുറത്ത് പോകാനായി വിളിക്കുന്നു. താഴേക്കൊന്നും അവൻ ഇറങ്ങി വരാത്തതുകൊണ്ട് അവൾ അവൻ്റെ മുറിയിൽ ചെന്ന് നോക്കുന്നു. അപ്പോഴാണ് അവൻ ഓൾറെഡി പോയി കഴിഞ്ഞു എന്നറിയുന്നത്. അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. കുറച്ച് ലേറ്റായതിന് ഇങ്ങനെ പിണങ്ങി പോകേണ്ട കാര്യമുണ്ടോ എന്ന് അവൾ ചിന്തിക്കുന്നു. ഷിന്നി സമയം തിരികെ പോവുകയായിരുന്നു. അവർ തമ്മിൽ റിലേഷൻഷിപ്പിലല്ല എന്ന് സാവോ പറഞ്ഞതിൽ നിന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നല്ലോ. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും അവർ ഒരുമിച്ച് താമസിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൻ്റെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അങ്ങനെ റൂംമേറ്റ്സ് ആയിട്ട് ഒരുമിച്ച് താമസിക്കാറുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഷിയുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി ഹൂഷുവിനെ അവൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പുറകെ നടക്കുന്നത് വല്ലതും ആയിരിക്കുമോ എന്ന് ഡ്രൈവർ സംശയിക്കുന്നു. പക്ഷെ ഷിന്നിന് അങ്ങനെ ഒരു സംശയമേ ഇല്ല. ഷിയു അവിടെ വന്ന് താമസിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരിക്കും എന്ന് തന്നെ അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്ന് മുതലാണ് അവൻ അവിടെ താമസിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ വിശദമായി അന്വേഷിച്ച് കണ്ടെത്താൻ അവൻ ഡ്രൈവറെ ഏൽപ്പിക്കുന്നുണ്ട്. ഹൂഷു ഷിയുവിനെ കണ്ടില്ലെങ്കിലും ആ കേക്കുമായിട്ട് നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്നത് പോലെ ആ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോകുന്നു. വഴിയിൽ വെച്ചും അവൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവനെ കിട്ടുന്നില്ല. എന്തായാലും അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, അവൻ വന്നില്ലെങ്കിലും വേണ്ട, തനിയെ പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അവൻ അവിടെ തനിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അവളെ കണ്ടതും അവൻ വേഗം മുന്നിലുണ്ടായിരുന്ന ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. ഹൂഷു അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നല്ല പണിയാണ് കാണിച്ചത്, എന്നെ വെയിറ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഒന്നിവിടെ നിന്ന് കഴിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അവൻ്റെ വിചാരം അവൾ ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടിയിട്ട് ആ സ്ഥലം തന്നെയാണ് ചൂസ് ചെയ്തത്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നതെന്നാണ്. അങ്ങനെ അവൻ അതും പറഞ്ഞ് അവളോട് പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതുകൊണ്ടാണല്ലോ അവൻ ബ്ലൈൻഡ് ഡേറ്റിൻ്റെ കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഫോൺ സംസാരം ഒളിഞ്ഞു കേൾക്കുന്ന അത്ര നല്ല ശീലമല്ല എന്ന് ഹൂഷു പറയുന്നു. ഞാൻ ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല, അത് നമ്മൾ ഷെയർ ചെയ്യുന്ന സ്ഥലമല്ലേ, മാത്രമല്ല നീ ലൗഡ് സ്പീക്കറിലിട്ടായിരുന്നു സംസാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ കേട്ടതെന്ന് ഷിവു പറയുന്നു. ഇങ്ങനെ ബ്ലൈൻഡ് ഡേറ്റിന് പോവുകയാണെങ്കിൽ അക്കാര്യം നേരത്തെ എന്നോട് നേരിട്ട് പറഞ്ഞുകൂടെ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഞാനത് പറയാതിരുന്നത് സർപ്രൈസ് തരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അവൾ കയ്യിലുണ്ടായിരുന്ന കേക്ക് അവൻ്റെ മുന്നിലേക്ക് വെക്കുന്നു. അത് അവനുള്ള കേക്കാണല്ലോ, അത് കണ്ടപ്പോൾ അവൻ ശരിക്കും സർപ്രൈസ് ആവുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്, വേറെ ആരും വരാനില്ല എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മുന്നിലേക്ക് ഇരിക്കുന്നു. ശരിക്കും അവൾ ആൻറ്റിയോട് അയാളുമായി മീറ്റ് ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ആൻറ്റിയുടെ കയ്യിൽ നിന്ന് കോൺടാക്റ്റ് വാങ്ങി അയാളോട് നേരിട്ട് ആ കാര്യം പറയാനായിരുന്നു അവൾ ഉദ്ദേശിച്ചത്. ഫോൺ വയ്ക്കുന്നതിന് മുമ്പായി ആൻറ്റി അടുത്ത മാസം തങ്ങളുടെ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ആ സെലിബ്രേഷൻ അവൾ ഉറപ്പായും വരണമെന്നായിരുന്നു പറഞ്ഞത്, അതിന് വരാമെന്നായിരുന്നു ഹൂഷു പറയുന്നത് ഷിയു കേട്ടത്. അങ്ങനെ അവൻ തെറ്റിദ്ധരിച്ചതായിരുന്നു. കോൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ആൻറ്റി കൊടുത്ത ആ നമ്പറിലേക്ക് തനിക്ക് അയാളുമായി മീറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹൂഷു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ പിന്നെ അവൾ രാവിലെ മുതൽ ആരെയാണ് വെയിറ്റ് ചെയ്തിരുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. സാവോ മെയിനായിട്ടും ബാരിസ്റ്റയാണല്ലോ, അവളങ്ങനെ ഡെസേർട്ടൊന്നും അധികം ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവൾക്ക് കിട്ടാൻ കുറച്ച് ലേറ്റായി. അത് മാത്രമല്ല എത്രത്തോളം സമയം അത് പ്രിപ്പയർ ചെയ്യാൻ എടുക്കും എന്നും സാവോയ്ക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ ഹൂഷു അവനോട് പറയുന്നു. താനിങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ പറ്റിച്ചതാണ് എന്ന് തോന്നിയെങ്കിൽ പിന്നെ അത് നേരിട്ട് ചോദിക്കാതിരുന്നത് എന്തിനാണ് അവളോട് തനിച്ച് വന്ന് ഫുഡ് കഴിക്കാനിരുന്നത് എന്നവൾ ചോദിക്കുന്നു. അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ശരിക്കും അവളുടെ കയ്യിൽ നിന്ന് ഈ ട്രീറ്റ് വാങ്ങിക്കണമെന്ന് അവന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അത് തുറന്നു പറയാൻ അവന് മടിയാണ്. അത് ഹൂഷു നേരിട്ട് ചോദിച്ചപ്പോൾ അവൻ ആകെ ചമ്മുന്നു. അപ്പോഴേക്കും ഫുഡ് ഡെലിവറി ചെയ്യുന്നതിനാൽ അവൻ തൽക്കാലം രക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് അവനെ ട്രീറ്റ് ചെയ്യാനുള്ള മീലാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾ കൂടുതലൊന്നും പറയുന്നില്ല. ആദ്യം തന്നെ കേക്ക് കഴിക്കാനായിട്ട് എടുക്കുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അവൾ ആദ്യം അതിനകത്ത് എടുക്കുന്നത്. ഒരു ക്യാൻഡിലെടുത്ത് അതിൻ്റെ മുകളിൽ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അവൻ തടയാനൊരുക്കുന്നുണ്ടെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്തെങ്കിലും വിഷ് ചെയ്യുക എന്ന് പറഞ്ഞ് അവളത് കത്തിച്ച് തന്നെ വയ്ക്കുന്നു. അവനോട് എന്തെങ്കിലും വിഷ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ മടിച്ചിരുന്നപ്പോൾ അവൾ തന്നെ കണ്ണുകൾ അടച്ചിട്ട് തൻ്റെ ആഗ്രഹം ഉറക്കെ പറയാൻ തുടങ്ങുന്നുണ്ട്. ആദ്യം അവൾ പറഞ്ഞത് ഇനി ഡ്രോയിങ്സ് വീണ്ടും റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരല്ലേ എന്നാണ്. രണ്ടാമതായിട്ട് ആ ഡിസൈൻ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹവും അവൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ അവൾ കണ്ണടച്ചിരുന്ന സമയത്ത് ഷീവും കണ്ണടച്ച് എന്തോ വിഷ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ വിഷ് ഹൂഷു ഉറക്കെ പറയുന്നില്ല, അവൾ മനസ്സിൽ തന്നെ എന്തോ ആഗ്രഹിച്ചതേ ഉള്ളൂ. അവൾ കണ്ണുറക്കുമ്പോൾ ഷിയു അവളെ നോക്കിയിരിക്കുകയാണ്. അവൻ വിഷ് ചെയ്തത് അവൾ കണ്ടിരുന്നില്ല, അതുകൊണ്ട് അവനൊന്നും വിഷ് ചെയ്യാനില്ലേ എന്ന് അവൾ ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്നാണ് അവൻ പറഞ്ഞത്. അവൾ മൂന്നാമതായി ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ട് അവൾ അത് പറഞ്ഞാൽ ഫലം കിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയാൻ തയ്യാറാവുന്നില്ല. അത് കഴിഞ്ഞ് ക്യാൻഡിൽ അണയ്ക്കാൻ രണ്ടുപേരും കൂടി ഊതുന്നു. 2-3 തവണ ഊതി അണച്ചിട്ടും ഒരു മാജിക് ക്യാൻഡിൽ പോലെ അത് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം മാറിയും തിരിഞ്ഞും അവർ അണയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഓരോ വട്ടം അണഞ്ഞു കഴിയുമ്പോഴും അത് തനിയെ വീണ്ടും കത്തുകയാണ്. താമോ മനഃപൂർവ്വം തനിക്ക് പണി തരാൻ വേണ്ടി അത് കൊടുത്തു വിട്ടതുപോലെയാണ് ഹൂഷുവിന് തോന്നിയത്. അവസാനം അത് അണയ്ക്കാതെ തന്നെ രണ്ടുപേരും അത് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. തിരികെ പോകാനായി വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ ഷിയു കാറിൻ്റെ കീ അവൾക്ക് നൽകിയിട്ട് അവളുടെ പേരൻസിനെ പോയി കാണാൻ പറയുന്നു. ഈ രാത്രി എന്തിനാണ് പേരൻസിൻ്റെ അടുത്തേക്ക് പോകാൻ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ മൂന്നാമതായി ആഗ്രഹിച്ചത് അവരുമായിട്ടുള്ള പ്രശ്നം സോൾവ് ആവണം എന്നാണ് എന്ന് അവന് മനസ്സിലായിരുന്നു. അത് പരിഹരിക്കണമെങ്കിൽ അവരെ പോയി കണ്ടല്ലേ പറ്റുകയുള്ളൂ. എന്തായാലും ഇന്ന് സാറ്റർഡേ ആണ്,
നാളെ ഓഫീസില്ലാത്തതുകൊണ്ട് രാത്രി കുറേ വൈകിയാലും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോകാൻ അവൻ പറയുന്നുണ്ട്. അവനെങ്ങനെ തിരികെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ടാക്സി വിളിച്ച് പോയിക്കോളാമെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഹൂഷു വണ്ടിയുമായിട്ട് പേരൻസിൻ്റെ അടുത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഫോൺ നോക്കിയപ്പോഴാണ് ഫോൺ ഓഫാണ് എന്ന് ഷിയു അറിയുന്നത് തന്നെ. എങ്കിൽ പിന്നെ ടാക്സി വിളിക്കാൻ കാശുണ്ടോ എന്ന് നോക്കി പേഴ്സ് തിരിഞ്ഞപ്പോൾ പേഴ്സും അവൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അതും വണ്ടിയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഷിയുവിന് 8ൻ്റെ പണി കിട്ടുന്നുണ്ട്. ഹൂഷു ഇതൊന്നും അറിയാതെ പേരൻസിൻ്റെ അടുത്ത് എത്തുന്നു. അച്ഛനെ ഫേസ് ചെയ്യാൻ അവൾ നല്ല പേടിച്ചിട്ടാണ് ചെന്നത്. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം അത്ര കുഴപ്പമില്ലാത്തതായിരുന്നു. ആദ്യം അച്ഛൻ മാസിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അമ്മ കണ്ണുകൊണ്ട് സിഗ്നലൊക്കെ കാണിച്ചപ്പോൾ അതൊക്കെ മാറി അവളോട് സംസാരിക്കാൻ തയ്യാറാവുന്നു. അവർ രണ്ടുപേരും കൂടി അവൾക്ക് കൊടുത്തയക്കാനായി കുറേ ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വന്നത് നന്നായി എന്ന് അമ്മ പറയുന്നുണ്ട്. ഡിസൈൻ കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ പേര് കൂടി അതിൽ ഡിസൈനറായിട്ട് ആഡ് ചെയ്യുന്ന കാര്യം ആദ്യമേ തന്നെ അച്ഛനെ മയപ്പെടുത്താൻ വേണ്ടി ഹൂഷ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ കോമ്പറ്റീഷനിൽ ജയിക്കണമെന്ന് അച്ഛൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ പറയുന്നുണ്ട്. അത് തന്നെ അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ഈ കാലിൻ്റെ പ്രശ്നം കാരണം അവളുടെ കരിയറിൽ ഒരു തടസ്സമായി നിൽക്കേണ്ടി വന്നതിനൊക്കെ അച്ഛൻ സോറി പറഞ്ഞത്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കുന്നുണ്ട്. ഹൂഷു ശരിക്കും ഹാപ്പി ആവുകയും ചെയ്യുന്നു. അവളുടെ ബോസ് അവളുടെ ഒപ്പം മുകളിൽ താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ അവനങ്ങനെ വന്ന് താമസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവനെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നുള്ള സംശയം അച്ഛൻ പിന്നീട് ചോദിക്കുന്നുണ്ട്. അവനെ ആദ്യം കാണുമ്പോൾ അവൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല, കുറച്ച് റഫാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അടുത്തിടപഴകി കഴിയുമ്പോൾ വളരെ നല്ലവനാണെന്ന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ഹൂഷു ഷിയുവിനെ പുകഴ്ത്തി കുറേ പറയുന്നുണ്ട്. പാവം ഷിയു ഈ സമയത്ത് പേഴ്സും ഫോണും ഒന്നും ഇല്ലാതെ വീട്ടിലേക്ക് നേരെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് കയ്യിൽ കേക്കിൻ്റെ കുറച്ച് പറ്റിയിരിക്കുന്നത് കാണുന്നത്. പക്ഷേ അത് കണ്ടിട്ട് അവന് ദേഷ്യമൊന്നും തോന്നുന്നില്ല. അവൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു.